ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ചെമ്പർക്കി ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഏകദേശം 17 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് ഈ വീടിന് മുന്നിലായി വരുന്നത്. ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ മാത്രം സൗകര്യത്തിൽ തന്നെയാണ് ഈ വീടിന്റെ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. കടപ്പകല്ലിൽ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. 3-4 ആളുകൾക്ക് സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ സിറ്റൗട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന വാട്ടർ സോഴ്സ് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. മൾട്ടിവുഡ് ലൂർ പാനൽ വർക്കുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ ബിൽഡർ ചൂസ് ചെയ്തിരിക്കുന്നത്. മീഡിയം സൈസിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേഷ്യസ് ആക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് അടുക്കള കൊടുത്തിരിക്കുന്നത്. അടുക്കള ഭാഗത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു വർക്ക് ഏരിയയായി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. മുഴുവൻ ഏരിയയും ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടി നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വുഡൻ ഫിനിഷ് വരുന്ന ടൈൽസുകളാണ് സ്റ്റെയർവേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന ഹാൻഡ് റെയിലും നമുക്കിവിടെ കാണാം. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. 10 അടിയോളം നീളത്തിൽ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ളൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മറ്റു ബെഡ്റൂമുകൾ പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. 2 പാളികളുള്ള ഒരു വാർഡ്രോബാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. അവസാനമായി നമുക്കിനി ഈ വീടിന്റെ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളത്തിൽ വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ വരുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.